വസീഫ്, യഥാർത്ഥത്തിൽ ഇന്നലെ വടകരയിൽ ഞാൻ പല വിഷയങ്ങളിതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നേരെ ഇന്നലെ വടകരയിലുണ്ടായ സംഭവത്തിലേക്ക് തന്നെ ഒന്ന് വരാമെന്ന് വിചാരിക്കുന്നു. കാരണം MP ആയിട്ടുള്ള ഷാഫിയെ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട കേസിൽ നിങ്ങൾ എന്തിനീ വിധം തടയുന്നു? ഈ കേസാകെയും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളാകെയും വന്നിട്ടുള്ളതും കേസും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയല്ലേ? ഷാഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന പ്രധാനപ്പെട്ട വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നുണ്ടല്ലോ. ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ ഈ നേരത്ത് നടക്കുന്ന പല ചർച്ചകളിലും ഏതോ ഒരു ചർച്ചയുടെ തലക്കെട്ടായി കണ്ടത് ഷാഫി വേഴ്സസ് CPIM എന്ന നിലയിലെ മാധ്യമ തലക്കെട്ടുകൾ വരുന്നു. ഷാഫിക്കെതിരായ സമരം ബൂമറാങ് ആയോ എന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് ആ വടകര എപ്പിസോഡിനെ ഇങ്ങനെ മാറ്റി തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറുന്നു. നായ പ്രയോഗം നടത്തി, നായെന്ന് വിളിച്ചാൽ നോക്കി നിൽക്കാനാവില്ല എന്നൊക്കെയാണ് ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് പിന്നാലെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വസീഫ് അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം തന്നെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI എന്തു പറയുന്നു? എന്തു വിശദീകരണമാണ്? ശരത്ത്, ഇവിടെ ഇന്നലെ വടകരയിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധം, ഒരു പ്രതികരണം ആ വടകരയിലെ DYFIക്കാർ നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ്. വലിയൊരാൾക്കൂട്ടമോ മറ്റോ സംഘടിപ്പിച്ചിട്ടല്ല. അങ്ങനെ ഷാഫിയെ MP തടയണം എന്ന് DYFI എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരാണ്, അല്ലാതെ ഒരു മിന്നൽ സമരം നടത്തുന്ന ആളുകളൊന്നല്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. നേരത്തെ നിരവധി തവണ സംസ്ഥാന സെക്രട്ടറിയും ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് DYFI. അതിലെവിടെയും വടകര MP തടയണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ വടകര MP ഈ വിഷയത്തിലെ ഒളിച്ചുകളി, അതുപോലെ തന്നെ പങ്ക് എല്ലാം ഈ നാടിന് മുമ്പിലുണ്ട്. വളരെ കൃത്യമായി വടകര MP പാലക്കാട് MLA സഹായിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു വാക്ക് കൊണ്ട് പോലും പാലക്കാട് MLA തള്ളിപ്പറയാൻ വടകര MP തയ്യാറായിട്ടില്ല. തുടക്കത്തിൽ ഇവിടെ ഇല്ല, എന്തോ ബീഹാറിലോ മറ്റോ പോയി എന്ന് പറഞ്ഞു, ന്യായം പറഞ്ഞു തിരിച്ചു വന്നിട്ടുള്ള പത്രസമ്മേളനം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ സമൂഹമാകെ ആഗ്രഹിക്കുന്നില്ലേ വലിയ രീതിയിൽ ഈ പറയുന്ന ചെയ്തികൾ ചെയ്ത MLA തള്ളിപ്പറയുകയും അവരെ രാജിവെപ്പിക്കണം എന്നൊക്കെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നുണ്ട് ഷാഫിയിൽ നിന്നൊരു പ്രതികരണം. ഷാഫിയുടെ ഒരു തള്ളിപ്പറയുന്ന ഒരു പ്രതികരണത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം പാലക്കാട് MLA തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ കാണേണ്ടത്, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇവർ രണ്ടും കൂടി ചെയ്ത ഒരുപാട് വിക്കികളുണ്ട്. അവിടെ ഒരുപാട് പ്രവർത്തികൾ, ചെയ്തികൾ നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ നീലപ്പെട്ടിയിൽ പണം വന്നു എന്നുള്ള ആക്ഷേപം വന്നു വലിയ രീതിയിൽ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നീട് വന്ന് സാക്ഷാൽ MLA നീലപ്പെട്ടി തുറന്ന് കാണിച്ചൊരു നാടകം നമുക്കൊക്കെ അറിയാം. ഇവരുടെ ഒരു രീതി, ഇവരുടെ ഒരു നാടകത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുക എന്നുള്ള നിലക്കാണ്. യഥാർത്ഥ വസ്തുതകളെ അവരങ്ങ് ന്യായീകരിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതിനനുസരിച്ച് ഇവരുടെ കയ്യിൽ എന്തുണ്ട്? കുറച്ച് മാധ്യമമുണ്ട്, ബാക്കി ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. വലിയ രീതിയിൽ പണവും മറ്റുമൊക്കെ കൂട്ടി ചേർത്ത് വെച്ച കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനെക്കുറിച്ച്, ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഒരേ വാക്ക്, കുത്ത്, കോമ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു 100ഓളം പേജുകളിൽ, 100ഓളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കയറി വരും. ഈ ഷാഫിക്ക് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയൊക്കെ വരും. അവരെ ന്യായീകരിക്കാൻ, അവരൊന്ന് പ്രതിസന്ധിയിലായാൽ, അവരൊരു പ്രയാസത്തിലായാൽ അങ്ങനെ വരും. ഇപ്പോഴും അത് വന്നുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉമാ തോമസിനെതിരെ, സാക്ഷാൽ KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്കെതിരെ എല്ലാം എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ ഷാഫിക്കും രാഹുലിനും വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടപെട്ടത്. അവരുടെ കമൻറ്റുകൾ, അവരുടെ പോസ്റ്റുകൾ ഒക്കെ ഭീകരമായി വന്നില്ലേ?